എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഫെബ്രുവരി മാസത്തിൽ വിതരണം ചെയ്തു. ഇനി പിണറായി സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ വരാനിരിക്കുന്നു. മോദി സർക്കാരിൻ്റെ പ്രധാനമന്ത്രി സമ്മാൻ നിധി 2000 വരാനിരിക്കുന്നു. ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ ഇത് ലഭിക്കാനാണ് സാധ്യത. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം ആളുകൾക്ക് 2000 രൂപയും അതിൽ തന്നെ നിരവധി പേർക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് PM കിസാൻ സമ്മാൻ നിധിയും ലഭിക്കുന്നുണ്ട്. 34 ലക്ഷത്തോളം ആളുകൾക്ക് PM കിസാൻ സമ്മാൻ നിധി 2000 രൂപ കൂടി എത്തും. അങ്ങനെ 4000 രൂപയാണ് ചില ആളുകൾക്കൊക്കെ എത്തിച്ചേരുക. PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടും ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും ഏറ്റവും പുതിയ അറിയിപ്പും അതുപോലെ തന്നെ ധനമന്ത്രിയുടെ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുമുണ്ട്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ധനവകുപ്പ്. ഈ മാസം 24 ശേഷം വിതരണം ഉണ്ടാകും. ഈ മാസം 24 കടമെടുപ്പും അതിനുശേഷം വിതരണം ഉണ്ടാകും എന്നാണ് വിവരം. മാർച്ച് മാസം 5 എല്ലാവർക്കും കയ്യിലും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിൽ തന്നെയാണ് വിതരണം ഉണ്ടാകുക. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണത്തിനുള്ള നടപടികളും കേന്ദ്ര സർക്കാർ ആരംഭിക്കുകയാണ്. ഇതിനുവേണ്ടി വെബ്സൈറ്റിൽ പുതിയ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ മുടങ്ങിപ്പോയിട്ടുള്ളവർക്ക് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് സിമ്പിളായിട്ട് നോക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള മാറ്റങ്ങളാണ് വെബ്സൈറ്റിൽ ഒരുക്കിയിട്ടുള്ളത്. സ്വമേധയാ സറണ്ടർ ചെയ്യാനുള്ള അവസരവും ഇപ്പോൾ PM കിസാൻ വെബ്സൈറ്റിലുണ്ട്. അനർഹമായിട്ട് PM കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകളെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക മൊത്തം തിരിച്ചടക്കേണ്ടി വരും. പ്രത്യേകിച്ച് ആദായനികുതി അടക്കുന്ന ആളുകൾ PM കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നുണ്ട് എങ്കിൽ അത് സ്വമേധയാ ഒഴിവാക്കുന്നതാണ് നല്ലത്. നേരത്തെ നമ്മൾ വാങ്ങുന്ന സമയത്ത് സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല. ഇപ്പോൾ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട് റേഷൻ കാർഡിലെ ഏതെങ്കിലും ഒരു അംഗം ആദായനികുതി അടക്കുന്നതൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ PM കിസാൻ സമ്മാൻ നിധി ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ തുകയാണ് ലഭിക്കേണ്ടത്. 3-ാം മാസം അവസാന ആഴ്ചയിലാണ് സാധാരണഗതിയിൽ PM കിസാൻ സമ്മാൻ നിധിയും വിതരണം ചെയ്യാറുള്ളത്. അപൂർവം ചില മാസങ്ങളിൽ അവസാന മാസങ്ങളിലേക്ക് നീങ്ങാറുണ്ട്. അങ്ങനെ നീങ്ങുകയാണ് എങ്കിൽ മാർച്ച് മാസത്തിലായിരിക്കും വിതരണം. ഇല്ല എങ്കിൽ ഈ മാസം അവസാനം വിതരണം ഉണ്ടാകും. മറ്റൊന്ന്, സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണ നടപടികൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യ ഗഡുവിൻ്റെ വിതരണം ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. പല ആളുകൾക്കും അപേക്ഷ നൽകിയിട്ടും പല ആളുകൾക്കും ഇത് ലഭിച്ചില്ല. അപ്പോൾ ധനമന്ത്രി ഇതിനുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ആദ്യഘട്ടത്തിൽ അപേക്ഷ നൽകിയിട്ടുള്ള ആളുകൾക്കും എല്ലാം ക്ലിയറായിട്ട് ഉള്ള ആളുകൾക്കുമാണ് ഇപ്പോൾ വിതരണം ചെയ്തിട്ടുള്ളത്. ചെറിയ പൊരുത്തക്കേടുകൾ ഉണ്ട് എങ്കിൽ അതെല്ലാം മാറ്റി നിർത്തിയിട്ടുണ്ട്. 5 ലക്ഷത്തോളം ആളുകൾക്ക് അപേക്ഷ നൽകിയിട്ടും ഈ ഒരു തുക എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും അപേക്ഷ നൽകാൻ 15 ലക്ഷത്തോളം 16 ലക്ഷത്തോളം ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെല്ലാം അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 31 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കേണ്ടതുണ്ട്. അവരെല്ലാം അപേക്ഷ നൽകണമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം.